ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ മോഡൽ എക്സാം ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇനി അങ്ങോട്ട് എക്സാം ബേസ്ഡ് വീഡിയോസ് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതുപോലെ ക്ലാസ്സും കാര്യങ്ങളും അതിനിടയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മിസ് എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 5 മാർക്ക് അതുപോലെ തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സീരിയസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം +2 ആണ് നിങ്ങളിപ്പോൾ, നിങ്ങൾക്കിനി വേറെ ഒരു ചാൻസും ഇല്ല അല്ലേ. അപ്പോൾ നിങ്ങൾ സേയുടെ കാര്യം ഇപ്പോൾ ആലോചിക്കുക വേണ്ട, നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു മോഡൽ എക്സാം നിങ്ങൾ അത്രയും സീരിയസിൽ തന്നെ എഴുതുക കേട്ടോ. അപ്പോൾ +1 ആണെങ്കിൽ അവർക്ക് ഇനിയും ചാൻസ് ഉണ്ടെന്നെങ്കിലും വിചാരിക്കാം. പക്ഷേ +2കാരുടെ കാര്യം അങ്ങനെയല്ല, അത്യാവശ്യം എഫേർട്ട് എടുത്ത് എല്ലാതും പഠിച്ചെടുക്കുക. ഇപ്പം എക്കണോമിക്സിൻ്റെ കാര്യമാണെങ്കിൽ ഹ്യൂമാനിറ്റീസിലെ പിള്ളേർക്കാണ് കുറച്ചും കൂടെ ടഫായിട്ട് തോന്നുക. അവരൊരു കാര്യം ചെയ്യുക, എക്കണോമിക്സ് എന്തായാലും തറവാക്കി പഠിക്കുക, വേറെ ഒരു രക്ഷയില്ല ഇതിന് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 എക്കണോമിക്സ് ആണ്. അപ്പോൾ എന്തായാലും ആദ്യത്തെ യൂണിറ്റ് നോക്കാം. മൈക്രോ എക്കണോമിക്സ് ആണ് കേട്ടോ ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ചാപ്റ്റർ ആണ്. വളരെ എളുപ്പമാണ് കേട്ടോ. ആ ഒരു ചാപ്റ്ററൊക്കെ അത്യാവശ്യം നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാലും മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ നോക്കുക. എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് ഇക്കണോമി. അതായത് കമ്പോള സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? കമ്പോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കണോമിയുടെ സവിശേഷതയായിട്ട് എന്ത് പറയാം? ലിമിറ്റഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ. അതായത് ഗവൺമെന്റിന്റെ ഇടപെടൽ എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും, കുറവായിരിക്കും അല്ലേ, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാം? പ്രൈസ് മെക്കാനിസം. അതായത് നമ്മുടെ വിലയെ അടിസ്ഥാനമാക്കിയിട്ട്, സാധനത്തിന്റെയോ സേവനത്തിന്റെയോ വിലയെ അടിസ്ഥാനമാക്കിയിരിക്കും എന്ത്? അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ അറിയാലോ. മിസ് ഇതിൽ ആൻസർ ചേർത്തിട്ടില്ല, കാരണം ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മിസ് ഇങ്ങനെ ആൻസർ ഇങ്ങനെ പറഞ്ഞു പോവാം. കുറേ പേർക്ക് ആൻസർ വേണമെന്നുണ്ട്, പക്ഷെ അത് ലെങ്തി ആവും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ആൻസർ ചുരുക്കി പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വേറൊരു വീഡിയോ ആക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ അത് കുറച്ചും കൂടെ പഠിക്കാൻ, അതായത് ഓരോ ചാപ്റ്റർ വൈസും ചോദിക്കാൻ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അത് കാണുമായിരിക്കും ഒന്നുകൂടെ നല്ലത്. അതുകൊണ്ട് അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ, 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത് നോക്കാം. നെയിം ദ പ്രോപ്പർട്ടീസ് ഓഫ് PPC. PPCയുടെ സവിശേഷതകൾ എഴുതുക. അതിന്റെ ഗ്രാഫ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ ആദ്യത്തെ സവിശേഷതയായിട്ട് നമുക്ക് എന്ത് പറയാം? അതിന്റെ സ്ലോപ്പ് എന്താണ്? ചെരിവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ് അല്ലെ. അതുപോലെ 2, 3, 4 സവിശേഷതയായിട്ട് MOCയുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടല്ലോ. MOC ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ PPC കർവ് എന്താവും? കോൺകേവ് ആയിരിക്കും, ഒറിജിൻ അല്ലേ. അതുപോലെ MOC ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കോൺവെക്സ് ടു ഒറിജിൻ ആയിരിക്കും. MOC കോൺസ്റ്റന്റ് ആണെങ്കിൽ എങ്ങനെയാണ്? PPC കർവ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത കാര്യം നോക്കാം. ഡിസ്കസ് ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ മുഖ്യ പ്രശ്നങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 പ്രശ്നമാണ്. എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഈ 3 കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്പയർ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മൈക്രോയും മാക്രോയും. അതുപോലെ മാക്രോയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് മിസ് അവിടെ കൊടുത്തിട്ടില്ല, ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. മൈക്രോ എക്കണോമിക്സ് എന്താണ്? ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ്. അതൊക്കെ അറിയാലോ. മൈക്രോസ് മീനിങ് സ്മോൾ ആണ്, മാക്രോ എന്ന് പറഞ്ഞാൽ മീനിങ് ലാർജ് ആണ്. ഓൾസോ നോൺ ആസ് എ പ്രൈസ് തിയറി. മൈക്രോ എന്ന് പറഞ്ഞാൽ പ്രൈസ് തിയറി എന്ന പേരിൽ അറിയപ്പെടും. മാക്രോ എന്ന് പറയുമ്പോൾ ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് തിയറി. ഇത് വേണമെങ്കിൽ ആ ബോക്സ് മിസ് എന്ത് ചെയ്യാം? നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ കൊടുക്കാം പറ്റുവാണെങ്കിൽ കേട്ടോ. നോക്കട്ടെ. അപ്പൊ എന്തായാലും ഓക്കെ, 5th ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് വാരിയസ് ഇക്കണോമിക് സിസ്റ്റം. ഏതൊക്കെയാണ് വാരിയസ് ഇക്കണോമിക് സിസ്റ്റം? വിവിധ സമ്പദ് വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ് ഇക്കണോമി, ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, മിക്സ്ഡ് ഇക്കണോമി. അറിയാലോ. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ വാരിയസ് യൂസസ് ഓഫ് PPC. ഉൽപാദന സാധ്യത വക്രത്തിന്റെ വിവിധ ഉപയോഗങ്ങളെ ചുരുക്കി വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് വിവിധ ഉപയോഗങ്ങൾ? നമുക്കറിയാം എന്തൊക്കെയായിരുന്നു. ഒന്നാമതായിട്ട് നമുക്ക് പറയാം നോളജ് ഓഫ് ഇക്കണോമിക് എഫിഷ്യൻസി. നമുക്ക് പിന്നെ എന്തിന്റെ നോളജ് കിട്ടും? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി നാഷണൽ ഇൻകം. അതുപോലെ തന്നെ ചോയ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ക്ലിയർ ആണല്ലോ, വളരെ വ്യക്തമാണല്ലോ അല്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. എക്കണോമിക്സ് ഒരു ഉപകാരം കൂടി ഉണ്ട് ഹ്യൂമാനിറ്റീസുകാർക്ക്. എന്താ സംഭവം? നിങ്ങൾക്ക് വാരി വലിച്ച് എഴുതേണ്ട കാര്യമില്ല. മറ്റു നിങ്ങൾ എല്ലാ സബ്ജക്ട്സും എന്താണ്? വാരി വലിച്ച് എഴുതേണ്ട ഒരു കാര്യം അല്ലേ. കൊമേഴ്സുകാർക്ക് ഓക്കെ, അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എക്കണോമിക്സ് ഹ്യൂമാനിറ്റീസുകാരെ സംബന്ധിച്ചിടത്തോളം വാരി വലിച്ച് എഴുതേണ്ട കാര്യമില്ല, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അല്ല മാത്സ് വരുന്ന ചെറിയ പ്രശ്നമുള്ളൂ. അതെന്തായാലും നിങ്ങൾ നന്നായിട്ട് വിലയിരുത്തിയാണ്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചാപ്റ്റർ 2 നോക്കാം. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള പാഠഭാഗമാണ്.
ഓക്കെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ബഡ്ജറ്റ് ലൈൻ. അതുപോലെ സ്റ്റേറ്റ് ദി ജനറൽ ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. സ്റ്റേറ്റ് എനി 3 റീസൺ ഫോർ ദ ഡൗൺവേർഡ് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. അപ്പൊ ആദ്യം നിങ്ങൾ ചെറിയൊരു ഡെഫിനിഷൻ എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പഠിച്ചു വെക്കുക. പിന്നീട് അതിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. P1x1 പ്ലസ് P2x2 ഈക്വൽ ടു M എന്നുള്ള ഒരു ഇക്വേഷൻ. അതുപോലെ തന്നെ അതിന്റെ ഡൗൺവേർഡ് സ്ലോപ്പിനുള്ള കാരണം. ഒന്നാമതായിട്ട് നമുക്ക് ഫോളിംഗ് പ്രൈസ് പറയാം, രണ്ടാമതായിട്ട് റൈസ് ഇൻ ഇൻകം പറയാം, മൂന്നാമതായിട്ട് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ പറയാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. അതായത് ഇൻഡിഫറൻസ് വക്രത്തിന്റെ സവിശേഷതകൾ എഴുതാൻ നമുക്ക് ഒന്നാമതായിട്ട് പറയാം എന്ത്, ഈ ഇൻഡിഫറൻസ് കർവ് എന്താണ്, ഇന്റർസെക്ട് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല എന്നുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് എന്ത് പറയാം, കോൺവെക്സ് ടു ഒറിജിനോട് എന്താണ്, കോൺവെക്സ് ആണ്. അതുപോലെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. അതായത് അതുപോലെ തന്നെ ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ എന്തായാലും തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ നോർമൽ ഗുഡ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്? നോർമൽ ഗുഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഇൻകത്തിനനുസരിച്ച് നമ്മളെ ഡിമാൻഡ് ഓഫ് ഗുഡ് എന്താണ്, ഒരുപോലെ പോവുക, വർദ്ധിക്കുക. അതായത് നമുക്ക് ഇൻകം കൂടുകയാണെങ്കിൽ നമ്മൾ എന്താണ്, സാധനങ്ങൾ വാങ്ങുന്നതിന്റെ ആ ഒരു ഇതും കൂടുക. ഓക്കെ, പർച്ചേസിംഗ് പവറും കൂടുക എന്നുള്ളതാണ് നോർമൽ ഗുഡ്. ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻകം ഒക്കെ കൂടി, പക്ഷെ നമ്മൾ എന്താണ്, ഡിമാൻഡ് കുറഞ്ഞു. അതായത് നമുക്ക് ഇൻകം കൂടിയപ്പോൾ കുറച്ചുകൂടെ സേവ് ചെയ്യാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വാങ്ങാം. അതെന്താണ് ഇൻഫീരിയർ ഗുഡ്. സിമ്പിൾ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പയർ. അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ് കേട്ടോ. ഇവിടെ കമ്പയർ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്. കോംപ്ലിമെന്ററി ഗുഡ് എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്താണ്, അതായത് നമുക്ക് ഒന്നിനോട് പകരം വെക്കാൻ കഴിയുന്നത് എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡാ. അതായത് ടീക്ക് പകരം ഇപ്പൊ കോഫി കുടിച്ചാലും ഓക്കെയാണ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പെന്നിന് പകരം വേറെ എന്തെങ്കിലും പെൻസിൽ കൊണ്ട് ഉപയോഗം ഒന്നാണ് സംഭവം നമുക്ക്. പക്ഷെ നമ്മൾ എന്താണ്, ആ സംഭവം എല്ലാം ഉപയോഗിച്ചേ, പക്ഷെ അതിന് പകരം ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. കോംപ്ലിമെന്ററി ഗുഡ് എന്താണ്, കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ചെയ്യണമെങ്കിൽ അതും വേണം. ഇപ്പൊ ഒരു എഴുത്ത് നടക്കണമെങ്കിൽ പെന്ന് മാത്രം പോരാ, അതിൽ ഇങ്കും വേണം. ഈ സംഭവമാണിത് കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറയുന്നത് കേട്ടോ. കാറ്, പെട്രോള്, നിങ്ങൾക്കറിയാലോ, എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. കാർ ഉണ്ടെങ്കിൽ എന്താണ്, കാർ ഉണ്ടായിട്ട് കാര്യമില്ല, ഓടണമെങ്കിൽ പെട്രോൾ വേണം. ഇതാണ് എന്ത്, കോംപ്ലിമെന്ററി ഗുഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് റൈറ്റ് ദ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫോർ എ ഗുഡ്. അപ്പൊ ആദ്യം നിങ്ങൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അതിന്റെ ടൈപ്സും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടൈപ്സ് എന്ന് പറയുന്നത് എന്താണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് ഉണ്ട്, യൂണിറ്റ് ഇലാസ്റ്റിക് ഉണ്ട്, മോർ ഇലാസ്റ്റിക്കും ലെസ് ഇലാസ്റ്റിക്കും. ഈ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അതിന്റെ ഒരു പ്രോബ്ലം പഠിച്ചു വെക്കുക. അതായത് ഈ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇക്വേഷൻ ഒക്കെ നോക്കി വെക്കുക. അതിന്റെ ഒരു പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, നമുക്ക് ഒരെണ്ണം പറയാം, നാച്ചർ ഓഫ് ദ ഗുഡ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അവൈലബിലിറ്റി ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, മൂന്നാമതായിട്ട് പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ദ ഗുഡ്, നാലാമതായിട്ട് ഇൻകം ഓഫ് ദി കൺസ്യൂമർ, അഞ്ചാമതായിട്ട് പ്രൈസ് ഓഫ് ദ ഗുഡ്, ആറാമതായിട്ട് ടൈം പീരീഡ്. ഇപ്പൊ ഇതിന്റെയൊക്കെ മലയാളം എന്ന് പറയുന്നത് ഇത്ര പാടുള്ള കാര്യമില്ല, ടൈം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവാ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് കേട്ടോ. ഇത്ര എളുപ്പമല്ലേ ഈ ഒരു ചാപ്റ്റർ? ഓക്കെ, അപ്പൊ തേർഡ് ചാപ്റ്റർ നോക്കാം. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ള പാഠഭാഗമാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം ലോങ് റൺ പ്രൊഡക്ഷൻ. ഐഡന്റിഫൈ എനി ടു ഡിഫറൻസസ് ബിറ്റ്വീൻ ടു എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, അപ്പോൾ ഷോർട്ട് റൺ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്, ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ ആണ്. ലോങ് റണ്ണിലാണെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വാരിയബിൾ ആണ്. അതുപോലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ആണ് എന്നും കൂടെ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ മാർജിനൽ പ്രോഡക്റ്റ് ആൻഡ് ഏവറേജ് പ്രോഡക്റ്റ്. സീമാന്ത ഉൽപ്പന്നം, ശരാശരി ഉൽപ്പന്നം എന്നിവ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുക. ആ ഗ്രാഫ് വരച്ചിട്ട് തന്നെ നിങ്ങൾ പറയാം കേട്ടോ. അപ്പൊ ഗ്രാഫ് അതിൽ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ദ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. കറക്റ്റ് ഡെഫിനിഷൻ ടെക്സ്റ്റിലുണ്ട്, അത് അതുപോലെ തന്നെ പഠിക്കാം കേട്ടോ. വിഭേദകാനുപാത നിയമം. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷുവർ ആണ് കേട്ടോ, അത്രയും ഷുവർ ആണ്, എക്സാമിന് ചോദിക്കും. TFC, TVC, TC, AFC, AVC, SAC, SMC. കറക്റ്റ് ഡെഫിനേഷൻ, അതിന്റെ ഡെഫിനേഷനിലെ കറക്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് ചെയ്യുക അതൊക്കെ ചെയ്ത് പഠിക്കുക. ക്ലിയർ ആണല്ലോ? ചെയ്ത് തന്നെ അത് പഠിക്കുക, ടൈം എടുത്ത് പഠിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഇതെന്തായാലും വരുന്ന ക്വസ്റ്റ്യനാ. ചില സമയത്ത് ഇത് 8 മാർക്കിന് വരെ കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും അത് ടൈം എടുത്ത് പഠിക്കാം. അടുത്തത് റിട്ടേൺ ടു സ്കെയിൽ ആണ്, അതും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ, ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ, ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ. ഓക്കെ, നോക്കി വെക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ
ചാപ്റ്റർ 4 ആണ് ദ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള പാഠഭാഗമാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഷട്ട് ഡൗൺ പോയിന്റ് ആൻഡ് ബ്രേക്ക് ഇവൻ പോയിന്റ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്, ഷട്ട് ഡൗൺ പോയിന്റും ബ്രേക്ക് ഇവൻ പോയിന്റും തമ്മിൽ വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഷട്ട് ഡൗൺ പോയിന്റ് പറയുമ്പോൾ കറക്റ്റ് ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും പറയാം. ഷോർട്ട് റണ്ണിലാണെങ്കിൽ മിനിമം AVC ആയിരിക്കും, ലോങ് റണ്ണിലാണെങ്കിൽ മിനിമം LRAC ആയിരിക്കും അല്ലെ. അപ്പൊ അത് പറയാം. അതുപോലെ തന്നെ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്ന എന്ത് സിറ്റുവേഷൻ ആണ്? TR ഈക്വൽ ടു TC, അതായത് ടോട്ടൽ റവന്യൂ ഈക്വൽ ടു എന്താണ്? ടോട്ടൽ കോസ്റ്റ്. അപ്പൊ ഈ സംഭവം ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദ കണ്ടീഷൻ ഓഫ് ദി ഷട്ട് ഡൗൺ പോയിന്റ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ദി ഷോർട്ട് റൺ. ഇതെന്റെ ക്വസ്റ്റ്യൻ സെയിം ആണ്, ഷോർട്ട് റണ്ണിലുള്ളത് ഗ്രാഫ് അടക്കം പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് നോക്കുക, റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതായത് പൂർണ്ണകിട മത്സര കമ്പോളത്തിന്റെ സവിശേഷതകൾ എഴുതാനാണ്. കുറെ സവിശേഷത ഉണ്ട്, നമുക്ക് ഒരു എന്തായാലും ഒരു 6 പഠിച്ചു വെക്കാം. ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്, യൂണിഫോം പ്രൈസ് ആയിരിക്കും, ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് കൺട്രോൾ, ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ്, അതുപോലെ പെർഫെക്റ്റ് നോളജ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ, പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്റ്റ്, ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് എ ഫേം അണ്ടർ ലോങ് റൺ ആൻഡ് ഷോർട്ട് റൺ വിത്ത് ഡയഗ്രാം. അത് കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിലുണ്ട്. ഓക്കെ, അത് നിങ്ങളത് പഠിച്ചു വെക്കാം. അപ്പൊ അത് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും പഠിച്ചു വെക്കാം കേട്ടോ. ഡയഗ്രാം കൂടെ വേണം. അപ്പൊ നിങ്ങൾ എക്കണോമിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഡയഗ്രാം ഉള്ളതിന് ഡയഗ്രാം ഒക്കെ വരച്ചു വെക്കാം. നിങ്ങളത് അവിടെ ചോദിച്ചിട്ടില്ലെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇംപ്രഷൻ കൂടും. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ടീച്ചേഴ്സ് മാർക്ക് തരും, അതിന് ഫുൾ മാർക്ക് തരും. ഓക്കെ, അപ്പൊ അതെന്തായാലും ഗ്രാഫ് ഉള്ളതിന് മൊത്തം ഗ്രാഫ് വരയ്ക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനൻസ് ഓഫ് എ ഫേം സപ്ലൈ കർവ്. ഒരു സ്ഥാപനത്തിന്റെ പ്രധാന വക്രത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ വിശദീകരിക്കാനാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് പറയാം പ്രൈസ് ഓഫ് ദ കമോഡിറ്റി, ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ, ഇൻപുട്ട് പ്രൈസ്, യൂണിറ്റ് ടാക്സ് ഒക്കെ ഇതിൽ പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആൻഡ് റൈറ്റ് ദ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ വിത്ത് ഡയഗ്രാം. ക്ലിയർ ആണല്ലോ? ആ ഡയഗ്രാം വരച്ച് തന്നെ പറയണം കേട്ടോ. അപ്പൊ ഏതൊക്കെയായിരുന്നു നമുക്ക് പറയാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ വരുന്നത് എന്തൊക്കെയാ? പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി സപ്ലൈ, അതിന്റെ ഇക്വേഷനും, പെർഫെക്റ്റ് ഇൻഎലാസ്റ്റിക് സപ്ലൈ, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ, ഹൈ ഇലാസ്റ്റിക് സപ്ലൈ, അതുപോലെ ഇൻഎലാസ്റ്റിക് സപ്ലൈ ഓർ ലെസ് ഇലാസ്റ്റിക് സപ്ലൈ. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. മറ്റേ പാഠത്തിലുണ്ട് ഇത്, അത് മാറരുത് കേട്ടോ, ഇത് വേറെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡയഗ്രാം കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്റർ ആണ്. Diagrammatically explain the shift in demand and supply which determines equilibrium price and quantity in competitive market. അപ്പൊ ഇതിൽ ഡയഗ്രാം വരക്കണം. ഡയഗ്രാം ഉള്ളതിൽ നിങ്ങൾ എന്താണ്, ഡയഗ്രാം വരച്ച് തന്നെ എഴുതുക. ക്ലിയർ ആണല്ലോ? ഒരു ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് ഞാനൊരു ബോക്സ് കൊടുക്കാം. അതായത് നമ്മുടെ സപ്ലൈ ഷിഫ്റ്റ് ആകുമ്പോഴും അതുപോലെ ഡിമാൻഡ് ഷിഫ്റ്റ് ആകുമ്പോഴും എന്ത് മാറ്റാണ് ക്വാണ്ടിറ്റിക്കും പ്രൈസിനും വരുന്നത് എന്നുള്ളത് അത് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ബോക്സ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അത് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഈ മിസ്സിന് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മിസ് എന്ത് ചെയ്യാം, കമ്മ്യൂണിറ്റി ടാബിൽ കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ഇത് നിങ്ങൾ ഡയഗ്രാം വേറെ പഠിക്കണം കേട്ടോ. അതിൽ ഡയഗ്രാം ഇല്ല, ഡയഗ്രാം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എന്തായാലും മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കാണുക എന്നുള്ളത് പ്രോബ്ലം ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കമ്പയർ പ്രൈസ് സീലിംഗ് ആൻഡ് ഫ്ലോർ പ്രൈസ്. വിലപരിധിയും തറവിലയും താരതമ്യം ചെയ്യുക. ഇതും മിസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബോക്സ് കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുമല്ലോ. അത് ഇംഗ്ലീഷിലാണ് കൊടുക്കുന്നത്. മലയാളംകാർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. അത് ഇംഗ്ലീഷിലാണ് ഇപ്പൊ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ ബോക്സ് ഒക്കെ ഇംഗ്ലീഷിലായിരിക്കും. മലയാളംകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് നമുക്ക് മാക്രോ എക്കണോമിക്സ് ആണ് പറയാനുള്ളത്. മാക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്നുള്ള പാഠഭാഗം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ 4 മേജർ സെക്ടേഴ്സ് ഇന്ത്യൻ എക്കണോമി ടു മാക്രോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ. ഏതൊക്കെയായിരുന്നു? ഫിർം സെക്ടർ, ഹൗസ് ഹോൾഡ് സെക്ടർ, ഗവൺമെന്റ് സെക്ടർ, എക്സ്റ്റേണൽ സെക്ടർ. എന്താണെന്ന് കാര്യമായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് ഡിസ്കസ് ദി എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉത്ഭവം വിശകലനം ചെയ്യാനാ. അതിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഗ്രേറ്റ് ഡിപ്രഷൻ ഒക്കെ പറയുന്നുണ്ട് 1929. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഇത് പഠിക്കാം. എളുപ്പമാണ്, അതൊരു ചെറിയ കഥ പോലെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കുക, വാട്ട് ഈസ് ക്ലോസ്ഡ് ഇക്കണോമി ആൻഡ് ഓപ്പൺ ഇക്കണോമി. ഇത് വേണമെങ്കിലും മിസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബോക്സ് പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ എളുപ്പമായിരിക്കും അല്ലേ? ഇതിൽ മിസ്സിന് ചേർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അതിൽ ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇതിൽ ചേർക്കാഞ്ഞേ. അപ്പോൾ അതുകൊണ്ട് ബോക്സ് ആയിട്ട് കാണിക്കാൻ സെപ്പറേറ്റ് കേട്ടോ. ഓക്കെ,
അപ്പൊ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് യൂണിറ്റ് 2 ആണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ GDP ഡിഫ്ലേറ്റർ. എങ്ങനെയാണ് GDP ഡിഫ്ലേറ്റർ കാണുക, എന്താണ് അതിന്റെ ഡെഫിനേഷൻ, ഈ കാര്യങ്ങൾ മൊത്തം എന്തൊക്കെ GDP ഡിഫ്ലേറ്ററിൽ പഠിക്കാനുണ്ടോ അത് മൊത്തം പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വാരിയബിൾസ്, ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ്. അപ്പൊ എന്താണ് ഇവിടെ എഴുതണ്ടേ? അപ്പൊ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? എ വാരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, അല്ലെ? അതായത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് എന്താണ് ആ വാരിയബിൾ മെഷർ ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ളതാണ് എന്ത് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിക് കൺസെപ്റ്റ് ആണ്, അതിനൊരു ടൈം ലിമിറ്റ് ഒന്നുമില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുഡ് ഗ്രെയിൻ സ്റ്റോക്ക് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. സപ്ലൈ ഓഫ് മണി, ബാങ്ക് ഡെപ്പോസിറ്റ്, ഇതൊക്കെ എന്താണ് നമുക്ക് സ്റ്റോക്ക് ആയിട്ട് പറയാം. ഇനി അടുത്തത് എന്താണ്? ഫ്ലോ ആയിട്ട് എന്ത് പറയാം? ആ വാരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം, അതായത് ഒരു നിശ്ചിത സമയത്ത് മെഷർ ചെയ്യാൻ പറ്റുന്ന വാരിയബിൾ. എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? നമ്മുടെ നാഷണൽ ഇൻകം, അതുപോലെ തന്നെ ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ബോറോയിങ്സ്, കടെടുക്കുന്നതൊക്കെ ഇവിടെ പറയാം. ഡൈനാമിക് കൺസെപ്റ്റ് ആണ് ഇത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ മൾട്ടി സെക്ടർ എക്കണോമി, അതുപോലെ 2 സെക്ടർ എക്കണോമി നിങ്ങൾ നോക്കണം കേട്ടോ. അത് ഇവിടെ കൊടുത്തിട്ടില്ല, അത് നോക്കാം. ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഡൗൺ ആൻഡ് എക്സ്പ്ലെയിൻ ദ 3 ഐഡന്റിറ്റീസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ GDP ഓഫ് എ കൺട്രി. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അതിനുള്ള എന്താണ് കണ്ടെത്തുന്നതിനുള്ള 3 മാർഗങ്ങൾ വിശദീകരിക്കാനാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെയായിരുന്നു നാഷണൽ ഇൻകം അക്കൗണ്ടിങ് കാണാനുള്ള 3 മാർഗം എന്ന് പറയുന്നത്? ഒന്ന് പ്രോഡക്റ്റ് മെത്തേഡ്, രണ്ടാമത്തെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, മൂന്നാമതായിട്ട് ഇൻകം മെത്തേഡ്. കറക്റ്റ് പഠിക്കാട്ടോ, ഇത് SI ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റ് ആയിട്ട് പഠിക്കുക. ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കാം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് വാല്യൂ ആഡഡ്. ഇത് കുറേ പ്രാവശ്യം മോഡൽ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി സോൾഡ് ആണ്. അപ്പോൾ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ആഡഡ് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസെപ്ഷൻ. അതിന്റെ ഡെഫിനേഷനും കാര്യമായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. മണി ആൻഡ് ബാങ്കിങ് എന്നുള്ള പാഠഭാഗമാണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ മേജർ ഫംഗ്ഷൻസ് ഓഫ് മണി. പണത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷൻ ഉണ്ട്, കോണ്ടിജന്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിലുള്ള കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. അടുത്തത് നോക്കാം. ഡിമാൻഡ് ഫോർ മണി, അതായത് പണത്തിന് വേണ്ടിയുള്ള ചോദനം. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഏതൊക്കെ മോട്ടീവാണ് ഡിമാൻഡ് ഫോർ മണിയിൽ വരുന്നത്? അപ്പൊ ഒന്നാമതായിട്ട് എന്ത് പറയാം? നമുക്ക് ട്രാൻസാക്ഷൻ മോട്ടീവ് വരുന്നുണ്ട്. രണ്ടാമതായിട്ട് എന്താണ്? പ്രിക്വേഷണറി മോട്ടീവ്. മൂന്നാമതായിട്ട് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അതും എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കാം. ഇലാബറേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിന്റെ ധർമ്മങ്ങൾ. അപ്പൊ അവിടെ എന്താണ് എഴുതണ്ടേ? ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില സമയത്ത് എന്താണ് RBIയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. ഇത് രണ്ടും സെയിം ആണ്. RBI എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ബാങ്ക് ആണ് അല്ലേ? അപ്പൊ അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. അത് കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അവിടെ എഴുതേണ്ടത് ഇഷ്യൂ ഓഫ് കറൻസി, ബാങ്കേഴ്സ് ബാങ്ക് ആണ്, ബാങ്കർ ടു ദി ഗവൺമെന്റ് ആണ്, കൺട്രോൾ ഓഫ് മണി സപ്ലൈ ആണ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ പബ്ലിക്കേഷൻ റിപ്പോർട്ട്. ഈ കാര്യങ്ങൾ മൊത്തം അതിൽ കുറെ പറയുന്നുണ്ട്, അതിൽ നിങ്ങൾ എഴുതാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു കാര്യം. അതിൽ പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് സെക്കൻഡറി ഫംഗ്ഷൻ ഉണ്ട്, മിസലേനിയസ് ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ കാര്യമായിട്ട് തന്നെ ഇതും പഠിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നോക്കാം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ കോൺസെപ്റ്റ്സ് ഓഫ് മണി സപ്ലൈ. മണപ്രാതനത്തിന്റെ ആശയങ്ങൾ തമ്മിൽ വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഹിന്റായിട്ട് M1, M2, M3, M4 നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ ഒരു സംഭവം, ആ ഒരു കാര്യങ്ങൾ മൊത്തം വിശദീകരിച്ച് എഴുതുക. M1 എന്ന് പറഞ്ഞാൽ CU + DD ഈ കാര്യങ്ങൾ. M2 എന്ന് പറഞ്ഞാൽ M1 + സേവിങ്സ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക്സ്, ഈ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ മേജർ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി പ്രാക്ടീസസ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? അപ്പൊ അതിൽ ഫസ്റ്റ് ബാങ്ക് റേറ്റ് പറയാം, രണ്ടാമതായിട്ട് വാരിയിങ് റിസർവ് റിക്വയർമെന്റ്സ് പറയാം, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ പറയാം, സ്റ്റെബിലൈസേഷൻ ബൈ RBI, ഈ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ നോക്കാം. അതായത് ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം, ബാർട്ടർ സിസ്റ്റത്തിന്റെ പോരായ്മകൾ. ഓക്കെ, അതും സമയമുണ്ടെങ്കിൽ നോക്കിയാൽ നല്ലതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം നമുക്ക്. ചാപ്റ്റർ 4 ആണ് ഇൻകം ഡിറ്റർമിനേഷൻ എന്നുള്ള പാഠഭാഗം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. എക്സ് ആൻഡ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാൻഡ് അല്ലെങ്കിൽ ഇന്റൻഡഡ് വാല്യൂസ് ആണ്. എക്സ്പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വൽ അല്ലെങ്കിൽ റിയലൈസ്ഡ് ആക്കിയ വാല്യൂ ഓഫ് വാരിയബിൾസ് ആണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കാം.
MPS ആൻഡ് MPC എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം MPC എന്താ നോക്കാം, റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ കൺസപ്ഷൻ ആൻഡ് ചേഞ്ച് ഇൻ ഇൻകം ആണ് അല്ലെ. അടുത്തത് നോക്കാം ഏതാ, NPS എന്താണ്, റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ സേവിങ് ആൻഡ് ചേഞ്ച് ഇൻ ഇൻകം ആണ് കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്, സമ്പാദ്യത്തിന്റെ വിരോധാഭാസം എന്താണ് എന്നുള്ളതാണ്. ഇതെന്താണ്, അതായത് നമ്മുടെ ഇക്കണോമിയിൽ എല്ലാവരും എന്താണ് സേവിങ്, ഇൻകം സേവ് ചെയ്യുന്നത് എന്താണ് കൂടി, പക്ഷേ നമ്മുടെ ഇക്കണോമിക്ക് എന്താണ് ഒരു മാറ്റവും വന്നില്ല. അതായത് ടോട്ടൽ സേവിങ്, വാല്യൂ സേവിങ് എന്താണ് ഒരു മാറ്റവും വരാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. ഒന്നല്ലെങ്കിൽ അത് ഡിക്ലൈൻ ചെയ്യുക, അല്ലെങ്കിൽ റിമെയിൻ അൺചേഞ്ച്ഡ് ആയി നിൽക്കുക. ഈ ഒരു അവസ്ഥയെ പറയുന്നതാണ് എന്ത്, പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്, സമ്പാദ്യത്തിന്റെ വിരോധാഭാസം എന്ന് പറയുന്നത് അതാണ്. നമ്മളെ ടോട്ടൽ ഇക്കണോമിയിൽ എന്താണ് എല്ലാവരും ഇൻകം സേവ് ചെയ്യുന്നത് കൂടി, പക്ഷേ ഒരു മാറ്റവും വന്നില്ല എങ്കിൽ. ഓക്കെ, ഈ ഒരു സംഭവമാണ് കേട്ടോ, ഒരു പ്രോസസ്സാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഈസ് മൾട്ടിപ്ലയർ കാൽക്കുലേഷൻ, അതിന്റെ വാല്യൂ കാൽക്കുലേഷൻ, മൾട്ടിപ്ലയറിന്റെ കേട്ടോ. അത് കുറെ പ്രാവശ്യം പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുണ്ട്. മൾട്ടിപ്ലയർ എങ്ങനെയാണ് കാണുക, ഒരു ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം നമുക്ക്. ചാപ്റ്റർ 5 ആണ് ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ഇക്കണോമി. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ധർമ്മം വിശദീകരിക്കാൻ. അപ്പൊ എന്തൊക്കെ ഗവൺമെന്റിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഓക്കെ, ഒന്നാമതായിട്ട് നമുക്ക് പറയാം ലൊക്കേഷൻ ഫംഗ്ഷൻ ആണ്, രണ്ടാമത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, മൂന്നാമതായിട്ട് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. കറക്റ്റ് ആയിട്ട് പഠിക്കാട്ടോ അത്. അടുത്ത ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്, ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഘടകങ്ങളെ ചുരുക്കി വിവരിക്കാൻ. ഇത് എന്ത് ചെയ്യാന്ന, ഞാൻ ആ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ഫോട്ടോ കാണിക്കാം കേട്ടോ. എന്തായാലും കൂടെ ചേർക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ അല്ലേ, അപ്പൊ അതും അവിടെ കൊടുക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പയർ പബ്ലിക് ഗുഡ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്, ഇതും ബോക്സ് പോലെ അവിടെ കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നല്ല ബേർഡ്സിന്റെ സൗണ്ട് കേൾക്കാൻ കഴിയും. വീഡിയോയില് ഉടനീളം ചിലപ്പോൾ അതായിരിക്കും അല്ലേ. ഇവിടെ നല്ല എന്നെ ഡിസ്റ്റർബ് അല്ല, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കേൾക്കാൻ. പക്ഷെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് സംശയം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കേൾക്കാം, പഠിക്കുമ്പോൾ രസമല്ലേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടാക്സ് മൾട്ടിപ്ലയർ, നികുതി ഗുണകം. ഇത് നിങ്ങൾ കാണുന്നത് ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രോബ്ലം ആണ്. അപ്പൊ ടാക്സ് മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷനും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഇക്വിലിബ്രിയം ഇൻകം വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതും നിങ്ങൾ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാം കേട്ടോ. അടുത്തത് എക്സ്പ്ലെയിൻ ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി, വിവേചനാധികാരമുള്ള ധനനയം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് വിവേചനാധികാരമുള്ള ധനനയം എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എക്കണോമി സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂ ടാക്സസ് ഇമ്പോസ് ചെയ്യുക, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ചെലവ് ചുരുക്കുക, അതൊക്കെ എന്ത് ചെയ്യുക ഇവിടെ എഴുതാൻ പറ്റൂ കേട്ടോ. അപ്പൊ അതാണ് എന്ത് ഡിസ്ക്രിഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കാം. ചാപ്റ്റർ 6 ആണ് ഓപ്പൺ ഇക്കണോമി മാക്രോ എക്കണോമിക്സ് എന്നുള്ള പാഠഭാഗം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡ്, അടവ് ശിഷ്ടവും വ്യാപാര ശിഷ്ടവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ബോക്സ് ചെറിയൊരു ബോക്സ് ഉണ്ട്, അതും ഞാൻ എന്ത് ചെയ്യാം കൂടെ കൊടുക്കാട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, അതായത് വിവിധ തരം വിനിമയ നിരക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, അത് നോക്കി വെക്കാട്ടോ. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് പറയുന്നുണ്ട്, അതിൽ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്, മാനേജർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത്. അപ്പോൾ അത് നോക്കി വെക്കാം. ഓക്കെ അല്ലേ? അടുത്തത് എക്സ്പ്ലെയിൻ ഇക്വിലിബ്രിയം ഇൻകം ഇൻ ആൻ ഓപ്പൺ ഇക്കോണമി, അതും കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഈ AD എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണാൻ അതിന്റെ ഇക്വേഷൻ ഫ്രെയിമിങ് ഇമ്പോർട്ടന്റ് ആണ്. അവര് ക്വസ്റ്റ്യനിൽ തരും, അപ്പൊ അത് നമ്മൾ ഫ്രെയിം ചെയ്ത് എടുക്കണ്ടേ. അപ്പൊ അത് കുറെ ക്വസ്റ്റ്യൻസ് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇത്രയുള്ള എന്ത് നമ്മുടെ +2 ഇക്കണോമിക്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അല്ലെ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറാണ് A+. ഓക്കെ, ഷുവർ A+ എന്തായാലും. അതായത് നിങ്ങൾക്ക് എന്താണ് ഒരു 70, 71 ആ റേഞ്ചിൽ എന്തായാലും കിട്ടും കേട്ടോ. അപ്പൊ ഇതല്ല, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ 1 വേർഡും കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് വേറൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യാം കേട്ടോ. അപ്പൊ അതെന്തായാലും നിങ്ങൾ മിസ്സാക്കാതെ കാണുക. അപ്പൊ അതും ചേർത്തിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞത് A+ന്റെ ലെവലിലേക്ക് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, +2 എക്കണോമിക്സ് സുഖമായിട്ട് എന്ത് ചെയ്യാം മാർക്ക് സ്കോർ ചെയ്യാം. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്തായാലും ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം കേട്ടോ. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ മിസ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ക്ലാസ് എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക.
കേട്ടോ. അപ്പോൾ മിസ്സിന് കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു, ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷനൊക്കെയാണ് എടുത്തത്. അപ്പോൾ ഒക്കെ റിക്കവർ ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ സൗണ്ടിന്റെ ചെറിയ പ്രശ്നമുണ്ട്, സൗണ്ട് മാറ്റമുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിക്കുക കേട്ടോ. എന്തായാലും മിസ് ഇനി വീഡിയോ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് കേട്ടോ.